സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇത്തവണ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ് തൃക്കരിപ്പൂർ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയതോടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. LDFന്റെ VPP മുസ്തഫയും UDFന്റെ സന്ദീപ് വാര്യറും NDA സ്ഥാനാർത്ഥി രവി കുളങ്ങരയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയതോടെ പ്രചരണ രംഗത്ത് സജീവമായി. സ്ഥാനാർത്ഥികൾ പൊതുയിടങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. വടക്കേ മലബാറിൽ പൂരക്കാലമായതിനാൽ തന്നെ ഉത്സവ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചരണം സജീവമാകുന്നത്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഇവിടെ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ ഇറക്കി അട്ടിമറി വിജയമാണ് UDF ലക്ഷ്യമിടുന്നത്. എന്നാൽ മണ്ഡലത്തിന് സുപരിചിതനായ VPP മുസ്തഫയിലൂടെ കോട്ട കാക്കാൻ ഉറച്ചാണ് LDF പ്രചാരണം നയിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,137 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി CPMലെ M രാജഗോപാലൻ ജയിച്ചത്. എതിരാളി UDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിലെ MP ജോസഫ് ആയിരുന്നു. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അട്ടിമറിക്കപ്പെട്ടു. കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ 10,448 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം തിരിച്ചുപിടിച്ചെങ്കിലും അത് 6,010 കുറയുകയായിരുന്നു. NDAയുടെ വോട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,961 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 17,085 ഉയർന്നെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8,529 താഴുകയായിരുന്നു. മണ്ഡലത്തിൽ നിലവിൽ 2,09,642 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,01,826 പുരുഷന്മാരും 1,07,814 സ്ത്രീകളും 2 ട്രാൻസ്ജെൻഡേഴ്സും മണ്ഡലത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.